വാഗമൺ കുരിശുമലയുടെ താഴ്വാരത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും നേരെ മുകളിലേക്ക് നടന്നാൽ കുരിശുമലയുടെ മുകളിലെത്താം. മുകളിലേക്കുള്ള യാത്ര അത്ര എളുപ്പമുള്ളതല്ല. കുത്തനെയുള്ള പാറയുടെ മുകളിലൂടെ ബാലൻസ് ചെയ്തു വേണം നടക്കുവാൻ. വാഗമൺ കുരിശുമല കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയുടെ അതിർത്തിയോട് ചേർന്നാണിത്. പൂഞ്ഞാർ രാജവംശത്തിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശം. കുറച്ച് ദൂരം കയറിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. മലയുടെ താഴ്വാരമാണ് അകലെ കാണുന്നത്. പണ്ടുകാലത്ത് നാടുനോക്കൽ മല എന്നായിരുന്നു ഈ മലയുടെ പേര്. രാജകുടുംബത്തിൽപ്പെട്ടവർ നാട് കാണുന്നതിനായി ഇടയ്ക്കിടെ ഈ മല മുകളിൽ എത്താറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പേര് ലഭിച്ചത്. കുത്തനെയുള്ള പാറയിൽ കൈ കുത്തിയും കയറേണ്ടി വരും. വളരെ പണിപ്പെട്ടാണ് പലരും മുകളിലേക്ക് കയറി വരുന്നത്. വ്യത്യസ്തമാണ് ഈ മലയുടെ ഭൂപ്രകൃതി. ചില സ്ഥലങ്ങൾ മരുഭൂമി പോലെ, ചില സ്ഥലങ്ങൾ കുറ്റിക്കാട് നിറഞ്ഞതാണ്. ചുട്ടുപൊള്ളുന്ന വെയിൽ. ഈ പൊരുവെയിലത്ത് പാറപ്പുറത്തു കൂടിയുള്ള യാത്ര ലേശം ക്ലേശം തന്നെ. കുറ്റിക്കാടുകൾ നിറഞ്ഞ ഈ മലയിൽ നായാട്ടുകാർ എത്താറുണ്ടായിരുന്നു. 100 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1904 അവരിൽ ഒരാൾ ഒരു മരക്കുരിശു മലയിൽ നാട്ടി എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം കുരിശുമല എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. മല കയറി ക്ഷീണിച്ചെങ്കിലും ഞാൻ മുന്നോട്ട് നടന്നു. മല കയറിയിട്ട് തിരിച്ചു വരുന്നവരാണ് ഇവരെല്ലാം.
ആ ദൂരെ കാണുന്നതാണ് കുരിശുമലയിലെ ദേവാലയം. പള്ളി കാണാമെങ്കിലും കുറച്ച് ദൂരം കൂടി നടക്കണം. ഇവിടെ മുഴുവൻ നിശബ്ദത നിറഞ്ഞു നിൽക്കുന്നു. സൈലൻസ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ഓൾ സീക്കേഴ്സ് ഓഫ് ട്രൂത്ത് എന്നാണല്ലോ പറയുന്നത്. സത്യാന്വേഷികൾക്ക് മാത്രമല്ല, ഇവിടെ വരുന്നവർക്കെല്ലാം ഈ നിശബ്ദത ശക്തി പകരുന്നു. സഹ്യപർവ്വത ഭാഗമാണ് ഈ കാണുന്ന മലനിരകൾ. എന്നെ ഞെട്ടിച്ചൊരു കാര്യമുണ്ട്. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടും വരുന്ന വഴിയിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ പ്ലാസ്റ്റിക് കൂടോ കണ്ടില്ല. തീർത്ഥാടകർ ചുമന്നുകൊണ്ട് വരുന്നത് അവിടെ വെച്ചിട്ട് പോകുന്നതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് വളരെ ചെറിയൊരു പള്ളിയായിരുന്നു. പാറപ്പുറത്ത് 4 ചുവരുകളിൽ കെട്ടിപ്പൊക്കിയ ഓടിട്ട ഒരു കൊച്ചു പള്ളി. എല്ലാവരെയും സ്വാഗതം ചെയ്യാനെന്നവണ്ണം എപ്പോഴും തുറന്നു കിടന്നിരുന്നു. ചെറുതായിരുന്നെങ്കിലും ഒരു ഓമനത്വമുണ്ടായിരുന്നു. 2016-ലാണ് ദേവാലയം ഇന്ന് കാണുന്ന രീതിയിൽ പുതുക്കി പണിതത്. പള്ളിമുറ്റത്ത് നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. മനോഹരമായ മലയുടെ താഴ്വാരം. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. അങ്ങനെ നമ്മൾ ദേവാലയത്തിൻ്റെ വശത്തുകൂടെ ഞാൻ നടന്നു. ഇവിടെ അല്പനേരം ഇരുന്നാൽ മല കയറി വന്ന ക്ഷീണമെല്ലാം പമ്പ കിടക്കും. പള്ളിയുടെ പുറകുവശത്ത് ചെല്ലുമ്പോഴുള്ള കാഴ്ച ഇതാണ്. മലനിരകളെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ആളുകൾ ഫോട്ടോ എടുക്കുന്നു. ചിലർ വിദൂരതയിലേക്ക് കണ്ണു നട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുന്നു. ഇവിടെ നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ചൂട് അറിയുന്നില്ല. ഞാൻ മലയുടെ അരികിലേക്ക് നടന്നു. അഗാധമായ കൊക്കയാണിവിടെ. ഇവിടെ നിന്നുള്ള കാഴ്ച അതിഗംഭീരം തന്നെ. നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റ്. ഇവിടെ കൈ ഉയർത്തിയാൽ മേഘങ്ങളെ തൊടാം. എന്നാൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കൂടെയുണ്ടായിരുന്ന ജോളിയും. മേഘങ്ങളെ തൊടുന്നതിന് തയ്യാറായി ഞങ്ങൾ കുരിശുമലയുടെ മുകളിൽ നിന്നു.